അങ്ങനെ ഭരതനാട്യം 2 മോഹിനിയാട്ടം സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇന്നായിരുന്നു സിനിമയുടെ റിലീസ്. പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, ഇന്ന് അൺഎക്സ്പെക്റ്റഡ്ലി പോയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കുറേ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വന്നു. അങ്ങനെ അവനുമായിട്ട് അങ്ങനെ പോയതാണ് സിനിമ കാണാനായിട്ട്. നമ്മുടെ സൈജു കുറുപ്പാണ് മെയിൻ ലീഡിൽ വന്നിട്ടുള്ളത്. സൈജു കുറുപ്പ്, പിന്നെ ബേബി ജീനുണ്ട്, പിന്നെ സുരാജ് വെഞ്ഞാറമ്മോട്, വിനയ് ഫോർട്ട്, പിന്നെ കലാരഞ്ജിനി. അങ്ങനെ നല്ല കാസ്റ്റിംഗ് ഉള്ളൊരു സിനിമയാണ്. നമ്മൾ ഭരതനാട്യം നിങ്ങൾ കണ്ടവരായിരിക്കും. എനിക്ക് നല്ലൊരു പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട പടമായിരുന്നു. തിയേറ്ററിൽ അധികം ഹിറ്റാവാതെ പോയ പടമാണ് ഭരതനാട്യം. അപ്പം OTT ഏകദേശം ആട് സിനിമയൊക്കെ പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇല്ലെങ്കിലും അങ്ങനെ വേണമെങ്കിൽ പറയാം. OTT വന്നപ്പോൾ അത്യാവശ്യം സിനിമ ക്ലിക്കായി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്നാണ് സിനിമയുടെ പേര്. പടം അടിപൊളി പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വരുന്ന ഈ ആട് 2-ന് ശേഷം ഫസ്റ്റിനേക്കാൾ മേലെ നിൽക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ആട് 2 ആയിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം ഈ അടുത്ത് കണ്ടത് വാഴ 2 ആണ്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഴയേക്കാളും മേലെ നിൽക്കുന്നൊരു പടമാണ് വാഴ 2 എന്ന്. ഇപ്പോൾ അത് അടുത്തായി ഉടനെ തന്നെ ഒരു പടം കണ്ടു, അതും ഫസ്റ്റിനേക്കാൾ അപ്പുറമായിട്ടുള്ള പടം. മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഓരോ സീൻ ബൈ സീൻസ് അങ്ങനെ എടുത്തിരിക്കുന്നതാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ഫസ്റ്റിനേക്കാൾ മേലെ നിൽക്കുന്നൊരു പടം. ഫസ്റ്റിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാം, കുറച്ച് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ഇമോഷണലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു പടമാണ്. പക്ഷേ ഇത് ഇമോഷണൽ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഫുൾ ഡാർക്ക് ഹ്യൂമർ പടം, ഒരു ഡാർക്ക് കോമഡി പടം. മലയാളത്തിൽ അധികം ഇറങ്ങാത്തൊരു ജോണറാണ് ഡാർക്ക് കോമഡി. പക്ഷേ ഇതിൽ ഗംഭീരമായിട്ട് ഡാർക്ക് കോമഡി അവർ കൊണ്ടുപോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുള്ള ഇഷ്ടം പോലെ സിറ്റുവേഷൻ കോമഡി ഉണ്ടായിരുന്നു. പക്ക ഡാർക്ക് കോമഡി. എന്താ പറയുക, അത്ര എൻജോയ് ചെയ്ത് സിനിമ കണ്ടു. ഒരുപാട് ചിരിച്ചു. കുറേ സിനിമയുടെ റെഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യം സിനിമയുടെ റെഫറൻസ്, അങ്ങനെ കുറച്ച് പടത്തിൻ്റെ റെഫറൻസും കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ OTT വരുമ്പോൾ ഇത് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഇങ്ങനെ എൻജോയ് ചെയ്ത് സിനിമ കാണാൻ പറ്റുമോ, ചിലപ്പോൾ ഒരു ആവറേജിൻ്റെ താഴെ ഒതുങ്ങിപ്പോവോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. ബേബി ജീൻ്റെ ക്യാരക്ടർ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ക്യാരക്ടറായിരുന്നു. കിഡിലുമായിരുന്നു പുള്ളിക്കാരൻ്റെ ഓരോ സിനിമ. ആ ചില സീൻസിൻ്റെയൊക്കെ ഓറ ഉണ്ടല്ലോ, ചില സീൻസിൽ വന്ന് നിൽക്കുന്നതും അൺഎക്സ്പെക്റ്റഡ്ലി കാണുന്നതൊക്കെ കിഡിലുമായിരുന്നു. ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു പുള്ളിക്ക് ആ സിനിമയ്ക്കകത്ത്. അടിപൊളിയായിരുന്നു. പിന്നെ സൈജു കുറുപ്പാണെങ്കിലും അറിയാമല്ലോ, എസ്പെഷ്യലി മീൻസ് അതിൻ്റെ അകത്ത് ഫസ്റ്റിൻ്റെ ആ ഒരു കോമഡി ട്രാക്ക് നമുക്കറിയാം. അതുപോലെ അല്ല, ഇത് അതിനേക്കാൾ മേലെ നിൽക്കുന്നൊരു സാധനമാണ്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അവർ. അത്രയും ഗംഭീരമായിട്ട് എന്താ പറയുക, അതിൻ്റെ സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത് എന്ന് വേണം പറയാൻ. കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് വർക്കൊക്കെ അടിപൊളിയായിരുന്നു. കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. അടിപൊളിയായിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെയൊന്ന് കണ്ട് നമ്മളൊരു ഓളത്തിൽ കണ്ടിരിക്കും. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. ക്ലൈമാക്സ് എടുക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല കിടിലം കോമഡീസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് നമ്മൾ ആ ഒരു എന്താ പറയുക, നല്ല അത്യാവശ്യം കുറേ ഫണ്ണി മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്ന തന്നെ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് നമ്മൾ പടം ഫുള്ളി നമ്മളങ്ങ് നല്ല ഓണാവും. അത്രയും കിടിലായിട്ടാണ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ട്. എനിക്ക് നല്ല പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. കിടിലം പടമാണ്. പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ പോയി കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ OTT വരുമ്പോൾ നിങ്ങൾക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ കുറേ പടങ്ങളുണ്ടല്ലോ അങ്ങനെ. ഫസ്റ്റ് തിയേറ്ററിൽ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. OTT വരുമ്പോൾ നമുക്ക് ആ തിയേറ്ററിൽ കിട്ടിയ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം OTT കിട്ടത്തില്ല. നമുക്ക് തന്നെ ചില സിനിമകൾ തോന്നും. അറ്റ്ലീസ്റ്റ് രോമാഞ്ചമുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ നമുക്ക് കാണുമ്പോൾ OTT കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താ അത്ര വലിയ സംഭവം അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ അത്ര എൻജോയ് ചെയ്തു. ചില സിനിമകൾ അങ്ങനെയാണ്, തിയേറ്ററിലത്തേക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കുറച്ച് പടങ്ങളാണ്. അതേ കണക്കൊരു പടമാണിത്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ, ഡാർക്ക് ഹ്യൂമർ അങ്ങനെയൊക്കെയാണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് തന്നെ പറയാം. അത്രയും നല്ല കോമഡി ആയിട്ട് ഇപ്പോൾ വാഴ 2-ന് ശേഷം ഇപ്പോൾ അടുത്തൊരു നല്ലൊരു പടം ഇറങ്ങിക്കുകയാണ്. എല്ലാവരും ഇതിൻ്റെ മീൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സിനിമാറ്റോഗ്രഫി ആണെങ്കിലും, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം എന്താ പറയുക, ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതൊക്കെ ഗംഭീര സ്ക്രിപ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അത്രയും നല്ല എൻഗേജിങ് ആയിട്ട് നിർത്താൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഡാർക്ക് ഹ്യൂമർ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.